ഹായ് എവരിവൺ, വെൽക്കം ടു ബിനു സിന്ധി ലേണിംഗ് ക്ലാസ്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആട്ടോ. വേറെ ഒന്നല്ല, ഒരു വേർഡാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. ഓക്കെ, ഈ ഒരു വേർഡ് എന്ന് പറയുന്നത് ഒത്തിരി നമ്മൾ സംസാരിക്കാനായിട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പല അർത്ഥങ്ങളായിട്ട് വരുന്നതാണ്. മൂന്നാല് പേര് എന്നോട് കമന്റിൽ ചോദിച്ചിരിക്കുന്ന ഒരു വേർഡും കൂടി ആട്ടോ. കോയി എന്നാണ് വേർഡ്. കോയി ഈ ഒരു വാക്കിനെ നമ്മൾ പല രീതിയിൽ പല സ്ഥലങ്ങളിൽ പല അർത്ഥമായിട്ട് വരുന്ന കാണാം. ആരൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ പോലും നമ്മളൊരു വേർഡ് ബൈഹാർട്ട് പഠിച്ചിട്ടുണ്ട്. പുതിയ ആളുകളല്ല, പഴയ ആളുകൾക്ക് അറിയാൻ പറ്റും. കൊയ് ബാത് നെയ്. കൊയ് ബാത് നെയ് എന്ന് പറഞ്ഞാൽ എന്താണ്? അറിയാം അല്ലെ. കൊയ് ബാത് നെയ് എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം എന്ന് പറയുന്നതാ. ഇറ്റ്സ് ഓക്കെ എന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ. സാഹചര്യം എന്താ നമ്മൾ പറഞ്ഞിരിക്കുന്നത്? സാഹചര്യം ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും ഇപ്പൊ അറിയാതെ നമ്മുടെ കാലുമൊന്ന് ചവിട്ടി, അതിൽ നമ്മളൊന്ന് ഇടിച്ചിട്ടിട്ട് പോയി. ഓക്കെ, അപ്പൊ തട്ടിയിട്ട് പോയി എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ ആളിങ്ങനെ തിരിച്ച് നമ്മളോട് പറയല്ലേ, സോറി എന്ന് പറയാം അല്ലെ. അപ്പൊ നമ്മൾ സോറി പറയുമ്പോൾ നമ്മൾ എന്ത് പറയും? ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ നോ പ്രോബ്ലം എന്ന് പറയത്തില്ലയോ. അപ്പൊ അതിന് ഹിന്ദിയിൽ പറയുന്നത് കൊയ് ബാത് നെയ്, കൊയ് ബാത് നെയ്. ഓക്കെ, അപ്പൊ ഇവിടെ ഒരു കൊയ് എന്നുള്ള വേർഡ് ഉണ്ട് അല്ലെ. പക്ഷെ ഈ ഒരു സെന്റൻസ് നിങ്ങൾ ബൈഹാർട്ട് അങ്ങ് പഠിച്ചു വെച്ചേക്കണം. ഒത്തിരി സ്ഥലങ്ങളിൽ നമ്മൾ പ്രയോഗിക്കേണ്ടതാ. ഇപ്പൊ ഒരു മറ്റൊരു സിറ്റുവേഷനിൽ ആരെങ്കിലും നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടാവും. അവരെന്തോ മറന്നുപോയി, എന്നിട്ട് പറയണം അയ്യോടാ ഞാൻ ഇന്ന് കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ കൊണ്ടുവരാൻ മറന്നുപോയി എന്ന് പറയുമ്പോൾ നമ്മൾ പറയില്ല സാരില്ല എന്ന് പറയത്തില്ലയോ. അവിടെ നമുക്ക് തന്നെ പറയാം കൊയ് ബാത് നെയ്, കൊയ് ബാത് നെയ്. ഓക്കെ, അപ്പൊ ഈ ഒരു സെന്റൻസിൽ ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. ഇനി കൊയ് എന്നുള്ള വേർഡ് നമ്മളൊരു ഫിലിമിൽ പലരും കേട്ടിട്ടുണ്ടാവും. കൊയ് മിൽ ഗയ അല്ലെ. ഒരു ജാദുവിന് കിട്ടുന്ന ഒരു ഫിലിം ഉണ്ടല്ലോ അല്ലെ, കൊയ് മിൽ ഗയ. അപ്പൊ അവിടെ എന്താ ഉദ്ദേശിക്കുന്നത് കൊയ് എന്നുള്ളത്? ആരെയോ എന്നുള്ള അർത്ഥത്തിലാണ് അല്ലെ. ആരെയോ, മിൽന എന്ന് പറഞ്ഞ കിട്ടുക, മിൽഗയ എന്ന് പറഞ്ഞ മിൽനയുടെ പാസ്റ്റ്, കിട്ടി എന്ന് പറയാനായിട്ട്. അപ്പൊ കൊയ് മിൽഗയ എന്ന് പറഞ്ഞ ആരെയോ കിട്ടി അല്ലെങ്കിൽ എന്തിനെയോ കിട്ടി എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ഓഫീസിൽ ഇരിക്കുമ്പോ, അതല്ല നമ്മൾ എവിടെയെങ്കിലും അകത്തിരിക്കുമ്പോ നമ്മളോട് ഒരാൾ വന്നിട്ട് പറയാണ് പുറത്ത് ആരോ നിൽക്കുന്നു, പുറത്ത് ആരോ നിൽക്കുന്നു എന്ന് പറയത്തില്ലേ. അപ്പൊ ആ വ്യക്തിക്ക് അറിയില്ല ആരാണെന്നുള്ളത്, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കണയായിരിക്കാം. അപ്പൊ ആരോ എന്ന് പറയാനായിട്ട് ബാഹർ കൊയ് ഖടാ ഹെ, നിൽക്കുക, ഖടയോന എന്ന് പറഞ്ഞ് നിൽക്കുക. അപ്പൊ ബാഹർ കൊയ് ഖടാ എന്ന് പറഞ്ഞ പുറത്ത് ആരോ നിൽക്കുന്നു എന്ന് പറയുന്നതാ. ബാഹർ കൊയ് ഖടാ ഹെ. ഇവിടെ എന്താ വന്നത്? ഇവിടെ നമുക്ക് ആരോ എന്നുള്ള അർത്ഥത്തിലാണ് കൊയ് വന്നത് അല്ലെ. ഓക്കെ, ഇനി അതുപോലെ ആരോ വിളിക്കുന്നു. ഇപ്പൊ നമ്മൾ അകത്തിരിക്കുമ്പോ നമ്മളോട് പറയാണ് ആരോ വിളിക്കുന്നു. എങ്ങനെയാ പറയാ? കൊയ് ബുലാ രഹാ ഹേ, കൊയ് ബുലാരെ എന്ന് പറഞ്ഞാൽ മതി അല്ലെ. കൊയ് ബുലാരെ എന്ന് പറഞ്ഞ ആരോ വിളിക്കുന്നു എന്ന് പറയുന്നതാ. ഇനിയിപ്പോ നമ്മൾ ചെന്നു നോക്കിയപ്പോ അവിടെ ആരെയും കണ്ടില്ല. അപ്പൊ നമ്മൾ പറയാണ് ഇവിടെ ആരും ഇല്ല, ഇവിടെ ആരും ഇല്ല. എങ്ങനെയാ പറയണ്ടേ? യഹാ കൊയ് നെഹി ഹെ, യഹാ കൊയ് നെഹി ഹെ. ഇവിടെ ആരുമില്ല. അവിടെ നെഹിയും കൂടി വന്നപ്പോ അർത്ഥം എങ്ങനെയാ വന്നേ? യഹാ കൊയ് നെഹി ഹെ, ഇവിടെ ആരുമില്ല എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ എല്ലാ കൊയിലും കാണാം കേട്ടോ. ആരോ, ആരും, ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങളുണ്ട്. ഓരോ സെന്റൻസ് വരുമ്പോ ഞാനത് പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ എന്താ പറഞ്ഞ? യഹാ കൊയ് നെഹി ഹെ, ഇവിടെ ആരുമില്ല. ഓക്കെ, ഇനി ഇതേ അർത്ഥം വരുന്ന രീതിയിൽ ഒരു സെന്റൻസ് ആണ്. രാവിലെ മുതൽ ആരോ ഫോൺ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഫോൺ ചെയ്യുകയാണ്. രാവിലെ മുതൽ, സുബേസെ കൊയ്, പിന്നെയും വിളിക്കാന്ന് നമ്മൾ പറയില്ലേ. ബാർ ബാർ ഫോൺ കർ രഹാ ഹെ, സുബേസെ കൊയ് ബാർ ബാർ ഫോൺ കർ രഹാ ഹെ എന്ന് പറഞ്ഞ രാവിലെ മുതൽ ആരോ ഫോൺ ചെയ്യുകയാണ്. ആരാ നമുക്ക് അറിയില്ല. സുബേസെ കൊയ് ഫോൺ കർ റേ അല്ലെങ്കിൽ ബാർ ബാർ ഫോൺ കർ റേ എന്ന് പറഞ്ഞ രാവിലെ മുതൽ ആരോ ബാർ ബാർ, പിന്നെയും വീണ്ടും ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫോൺ കർ രഹാ ഹെ എന്ന് പറയുന്ന. ഓക്കെ, ഇനി നമ്മള് രണ്ടും ഒരുപോലത്തെ വസ്തുക്കൾ അല്ലെങ്കിൽ ഒരുപോലത്തെ സാധനങ്ങൾ അല്ലെങ്കിൽ ഒരുപോലത്തെ ഡ്രസ്സ് ഒക്കെ നമ്മളിങ്ങനെ കാണിച്ചിട്ട് പറയാണ് ഇതിലെന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നമ്മളോട് ചോദിക്കുക. അപ്പൊ നമ്മൾ പറയാ ഇൻ ദോനോമേ കൊയ് ഫറക് നെയ് ഹെ. അവിടെ എന്താ അർത്ഥം വന്ന കൊയ്ക്ക്? ഇൻ ദോനോമേ എന്ന് വെച്ചാൽ ഇതില് രണ്ടിലും. ഓക്കെ, കൊയ് ഫറക് നെയ് ഹെ, ഒരു വ്യത്യാസവുമില്ല എന്ന് പറയുന്നതാ. ഫറക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യാസം കേട്ടോ. ഓക്കെ, ഇൻ ദോനോമേ കൊയ് ഫറക് നെയ് ഹെ, ഇതില് രണ്ടിലും ഒരു വ്യത്യാസവുമില്ല. അവിടെ കൊയ്ക്ക് ഏതർത്ഥം വന്നേ? ഒരു വ്യത്യാസം എന്ന് പറയാനാണ് കൊയ് ഫറക് എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ. ഓക്കെ, ഇൻ ദോനോമേ കൊയ് ഫറക് നെയ് ഹെ, ഇതില് രണ്ടിലും ഒരു വ്യത്യാസവുമില്ല. ക്ലിയർ ആവുന്നുണ്ടോ? എന്നിട്ട് പറയാണ് ഏതെങ്കിലും എടുത്തോളൂ, ഏതെങ്കിലും എടുത്തോളൂ. കൊയ് ബി ലേലോ, കൊയ് ബി ലേലോ. മനസ്സിലായോ? അവിടെ എന്താ വന്നെ? കൊയ്ക്ക്
ഏതെങ്കിലും, അവിടെ ബിയും കൂടി ചേർന്ന് വരികയാണ് കേട്ടോ. കൊയ് ബി, ഏതെങ്കിലും ലേലോ, എടുത്തോളൂ എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ പറയത്തില്ലേ കുച്ച് ബി കരോ, എന്താ ഉദ്ദേശിക്കുന്നത്? എന്തെങ്കിലും ചെയ്യൂ, കുച്ച് ബി കരോ. ഇതുപോലെ ഒരുപോലെ തോന്നുന്ന വാക്കുകളായിരിക്കാം, പക്ഷെ അതിന്റെ അർത്ഥം ഒത്തിരി വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കൊയ് ബി ലേലോ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും എടുത്തോളൂ, കുച്ച് ബി കരോ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്യൂ. ഇനി കുച്ച് ബി ലേലോ എന്നൊക്കെ പറയുന്നവരൊക്കെ ഉണ്ട്, എന്നാലും പ്രോപ്പർ ആയിട്ട് അതിന്റെ മീനിങ് ഇങ്ങനെയാ വരുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഈ കൊയ് എന്നുള്ള വേർഡിന് ഒരർത്ഥം മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് കുറെ ഡൗട്ട്സ് വരും കേട്ടോ. ഓരോ സെന്റൻസ് അനുസരിച്ച് അതിന്റെ ഒരു അർത്ഥം മീനിങ് മാറി വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരൊറ്റ വേർഡ് പല പല സെന്റൻസോടുകൂടി, അധികം സെന്റൻസ് ഇല്ല എന്നാലും ഒരു 5-10 സെന്റൻസ് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും കേട്ടോ. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ ചോദിക്കുകയാണ്, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? അവിടെ ആരെങ്കിലും, ഓർ കൊയ് ആ രേ ക്യാ, ആ രഹാ ഹേ ക്യാ എന്നുള്ളതാട്ടോ. ഓർ കൊയ് ആ രേ ക്യാ, ഇനി ആരെങ്കിലും വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പ്രോഗ്രാമിലൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോവാനായിട്ട് ബസ്സിലൊക്കെ കയറി വെയിറ്റ് ചെയ്യണായിരിക്കാം. അത് നമ്മൾ ചോദിക്കല്ലേ, ഇനി ആരെങ്കിലും വരാനുണ്ടോ അല്ലേ? ഓർ കൊയ് ആ രേ ക്യാ, ഇനി ആരെങ്കിലും വരുന്നുണ്ടോ? പിന്നെ ഇനിയിപ്പോ നമ്മൾ ചോദിക്കും, ആരെങ്കിലും ഒന്ന് മറുപടി പറ, ആരെങ്കിലും ഒന്ന് മറുപടി പറ, അല്ലെങ്കിൽ മറുപടി താ എന്ന് പറയത്തില്ല. കൊയ് തോ ജവാബ് ദോ, കൊയ് തോ ജവാബ് ദോ, കൊയ് ജവാബ് ദോ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും, കൊയ് തോ ജവാബ് ദാ, തോക്കെ കണക്ട് ചെയ്ത് പറയുന്ന കേട്ടോ. ജവാബ് ദോ എന്ന് പറഞ്ഞാൽ മറുപടി തരൂ, ചോദിച്ചതിന് മറുപടി ആരെങ്കിലും പറയൂ എന്ന് പറയുന്നതാ. കൊയ് തോ ജവാബ് ദോ. ഇനി അതുപോലെ നമ്മൾ പറയും അല്ലെ, ഞാൻ പറഞ്ഞ ആരും കേൾക്കില്ല, അല്ലെങ്കിൽ എന്റെ വാക്കാരും കേൾക്കില്ല എന്നൊക്കെ പറയത്തില്ല. അപ്പൊ മേരി ബാത് കൊയ് നെഹി സുൻതാ ഹൈ, മേരി ബാത് കൊയ് നെഹി സുൻതാ ഹൈ എന്ന് പറഞ്ഞാൽ എന്റെ വാക്ക് അല്ലെങ്കിൽ ഞാൻ പറയുന്ന കാര്യം എന്നുള്ള അർത്ഥത്തിലാണ്. മനസ്സിലായോ? എന്നെ അനുസരിക്കത്തില്ല എന്ന് നമ്മൾ പറയില്ലേ, അതിനെങ്ങനെയാ പറയാ? മേരി ബാത് കൊയ് നെഹി സുൻതാ ഹൈ അല്ലെങ്കിൽ മാൻതാ ഹൈ എന്നൊക്കെ പറയാം കേട്ടോ. മേരി ബാത് കൊയ് നെഹി സുൻതാ ഹൈ. അവിടെ എങ്ങനെയാ വന്ന കൊയ്? കൊയ് നെഹി, ആരും എന്നുള്ള അർത്ഥത്തിലാണ്. ക്ലിയർ ആയോ? ഇനിയിപ്പോ നമ്മള് ഓഫറിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങാനായിട്ട് പോയി എന്ന് വിചാരിക്കാം. അപ്പൊ നമ്മൾ പറയാണ്, അവിടെ പോയിട്ട് ഒരു നല്ല സാധനം ഉണ്ടായിരുന്നില്ല, നല്ല സാധനം ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലെ? അപ്പൊ അങ്ങനെയാണെങ്കിൽ കേട്ടോ, ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ പറയാ? വഹാ കൊയ് അച്ചി ചീസ് നഹീ തി, വഹാ കൊയ് അച്ചി ചീസ് നഹീ തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചീസ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ സാമാൻ എന്നും പറയാം കേട്ടോ. ചീസ് എന്ന് പറഞ്ഞാൽ വസ്തു എന്നുള്ള അർത്ഥത്തിലാണ്. കൊയ് അച്ചി ചീസ്, ഒരു നല്ല സാധനവും ഉണ്ടായിരുന്നില്ല, നഹീതി ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നതാ. അപ്പൊ അവിടെ എങ്ങനെ കൊയ് വന്നേ? വഹാ കൊയ് അച്ചി ചീസ്, ഒരു സാധനം, ഒരു നല്ല സാധനം എന്നുള്ള അർത്ഥത്തില. അവിടെ ഒരു എന്ന് പറയാനായിട്ടാണെങ്കിൽ പോലും കൊയ്യുടെ അർത്ഥം ഒരു എന്നാണോ? അല്ലല്ലോ. പക്ഷെ സാഹചര്യം അനുസരിച്ച് നമ്മൾ മലയാളത്തിൽ അത് പറയുമ്പോൾ അതാണ് അതിന് സ്യൂട്ടായി വരുന്നത്. ഓക്കെ, വഹാ കൊയ് അച്ചി ചീസ് നഹീതി, അവിടെ ഒരു നല്ല സാധനവും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്ന. ഓക്കെ, ഇനി നമ്മൾ പറയില്ലേ, എന്നെ ഇവിടെ ആർക്കും അറിയില്ല, എന്നെ ഇവിടെ ആർക്കും അറിയില്ല. മുझे कोई नहीं जानता, नहीं यहाँ कोई नहीं जानता, मुझे यहाँ कोई नहीं जानता. എന്താണ്? എന്നെ ഇവിടെ ആർക്കും അറിയില്ല, ആർക്കും. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ തന്നെ ഈ ജോലി വേറെ ആർക്കും ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ ആർക്കും ഇങ്ങനെ ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയത്തില്ല. कोई भी ऐसा नहीं कर सकता, कोई भी ആർക്കും ऐसा नहीं कर सकता, ഇതുപോലെ ചെയ്യാൻ സാധിക്കില്ല. സക്ത എന്ന് പറഞ്ഞാൽ സാധിക്കുക, നഹി സക്ത എന്ന് പറഞ്ഞാൽ കഴിയില്ല അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് പറയുന്നതാ. ഓക്കെ, कोई भी ऐसा नहीं कर सकता, അതിനർത്ഥം എന്താ? ആർക്കും ഇതുപോലെ ചെയ്യാൻ സാധിക്കില്ല. എന്താണ്? इस काम को कोई और नहीं कर सकता, इस काम को कोई और नहीं कर सकता എന്ന് വെച്ചാൽ സെയിം തന്നെ, ഈ ജോലി വേറെ ആർക്കും ചെയ്യാൻ കഴിയില്ല. ഇസ് കാംകോ, ഈ ജോലി, കൊയ് ഓർ വേറെ ആർക്കും എന്ന് പറയുന്നതാ. കൊയ് ഓർ നഹി കർ സക്ത, ചെയ്യാൻ കഴിയില്ല. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ ഇവിടെ എന്തൊക്കെ അർത്ഥമാണ് ഈ കൊയ് എന്നുള്ള വേർഡിന് വന്നത്? വളരെ ചെറിയ ക്ലാസ് ആണ്, ഒരു 10-12 സെന്റൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇതിൽ പലതിലും പല അർത്ഥങ്ങളാണ് നമ്മൾ ഈ കൊയ് എന്നുള്ള വേർഡിൽ കണ്ടത് അല്ലെ? നിങ്ങൾ ഒന്നുകൂടി ക്ലാസ് കാണണം, കാരണം അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഏതെല്ലാം രീതിയിലാണ് ഈ കൊയ് എന്നുള്ള വേർഡ്, ഈ ഒരു ഒറ്റ വേർഡ് നമ്മൾ പ്രയോഗിച്ചത് കേട്ടോ. ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ, എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ പുതുതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവരുടെ ഒരു കാര്യം പറയാണ്, ഈ ഒക്ടോബർ 1 മുതൽ ഈ വരുന്ന വെനസ്ഡേ മുതൽ നമ്മുടെ മെമ്പേഴ്സ് ഓൺലി ഗ്രൂപ്പിൽ ഒരു സീരീസ്, പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പുതുതായി കാണുന്നവരിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, വേറെ ഒന്നുമല്ല, നമ്മൾ ഓർഡർ ആയിട്ട് ക്ലാസ്സുകൾ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ ഓർഡറിൽ ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അവിടെ ഒരു ജോയിൻ ബട്ടൺ കാണും, അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം തന്നെ കാണാൻ നിങ്ങൾക്ക് 59 റുപ്പീസ് എന്ന് പറഞ്ഞ്. അപ്പൊ നിങ്ങൾ അത് ചെയ്താൽ മതിയാവും. അതല്ലാതെ ഗൂഗിൾ പേയോ അങ്ങനെയൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്താൽ മാത്രമേ മെമ്പേഴ്സ് ഓൺലിയിലേക്ക് നിങ്ങൾ ആഡ് ആവത്തുള്ളൂ കേട്ടോ. ഓക്കെ, പിന്നെ എന്താണ്, ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഉപകാരപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ കഴിയുന്നവരൊന്ന് ഷെയർ ചെയ്യാൻ മറക്കരുത്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട, അതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ലൈക്കും അതുപോലെ ഹൈപ്പും ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.